നിങ്ങൾ ഈ 2-3 പേരെ മാത്രമാണ് ഇത്രയും ആൾക്കാർ ഈ ചോദ്യം ചോദിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു 10, 35, 40 പേര് കാണും അല്ലേ? എൻ്റെ മമ്മൂക്ക ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരട്ടെ. കുറെ നാളായിട്ട് മമ്മൂക്കയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? അതായത് മമ്മൂട്ടി കമ്പനി എന്ന ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകളും നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്, അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ലേ? അതെ അതെ പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാവുന്ന മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട പുള്ളി. നമ്മൾ ഏതായാലും ഇവിടെ വീട് തുറന്നിരിപ്പുണ്ടല്ലോ, അപ്പോൾ നമുക്ക് തന്നെ ബിസിനസ് നടത്താം. അല്ലാതെ നമ്മൾ ആ സിനിമ പിടിച്ചെടുത്തൊന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. നമ്മളില്ലാത്ത പടങ്ങളും ഉള്ള പടങ്ങളും ചെറിയ റോൾ അഭിനയിക്കുന്ന പടങ്ങളും ഒക്കെ വരും, നമ്മളെ കൊണ്ടാവുന്ന പോലെ വരും. അതേപോലെ ഇപ്പം സിനിമ ഇറങ്ങി ഇന്നലെ കുറേ റിവ്യൂസ് വന്നു. ഇപ്പോൾ റിവ്യൂസിലൊക്കെ എടുത്തു പറയുന്നത് എന്താ മമ്മൂക്കയും ഗോകുലേട്ടനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സുരേഷ് ഏട്ടൻ്റെ മകനാണ്, പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടാണ്. ഇപ്പോൾ സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിക്കാവുന്ന നേരം? അവനോട് പോയില്ലേ, വന്നിട്ടില്ലേ? പുള്ളി ഖത്തറില. അതിന് ഗോകുലിന് ആദ്യം നമ്മളിപ്പോൾ ഒരു അവൻ്റെ ഫാദറിൻ്റെ കൊളീഗാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിലി റെസ്പെക്റ്റ് ഉണ്ടാവും എന്നോട്. അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ സെറ്റിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ സാർ കാണുമ്പോൾ എഴുന്നേക്ക് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നോട്. സിനിമയിൽ നമ്മൾ വല്ല ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുള്ളൂ. നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനോ മമ്മൂട്ടി സാറായിട്ടോ ഒന്ന് കാണരുത്. അത് മാത്രമേ ഞാൻ അവനോട് പറഞ്ഞു. പക്ഷേ ഹി പ്ലേഡ് വെരി വെൽ അല്ലേ? അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമിന് നമ്മളോട് അഭിനയിക്കുമ്പോൾ. അത് ആ സിനിമയിലും ഉണ്ട്. അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതമിന്, അല്ല ഗോകുലിന്. ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു, ബാക്കിൽ മമ്മൂക്കയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് പോകില്ല എന്ന് പറഞ്ഞു. അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പുത്തൻ ബൈക്കാണ് മേടിച്ചു കൊടുത്തത്. ഈ സിനിമയല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിലും സിംഗ് സൗണ്ടാണ്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട്. പുള്ളി അത് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളതും. നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും സിംഗ് സൗണ്ട് ആയിരുന്നു. അന്ന് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീടത് അതൊക്കെ ഒരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല.